രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഭാർഗവ ഗർവ ഭംഗം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ. ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ മന്നവ കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ. പിന്നേടം അഭയവും ഉണ്ടായെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നു കൂടൂ. ഖേദവുമുണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരദ നിപ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബഡവാൻ അലസമൻ ക്രൂതനായി പരശുബാണ സരങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്തിയ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരെ പരിത്രാഹിമാം തപോനിതേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുദേ ക്ഷത്രിയാന്ധക പരിത്രാഹിമാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജ വിഭോ പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വരപ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയ പിതൃ ഗണതർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോവാരിതേ ഭൃഗുപദേ കാൽത്തളിരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ആദരിയാതെ ബദ്ധരോഷേണ വന്നീജ്വാല പൊങ്ങിയിടും വണ്ണം വക്തവും മധ്യാനർക്കമണ്ഡലം പോലെ ദീപ്യ സത്വരം ശ്രീരാമനോട് അരുളിച്ചേതീടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാഹിലോ. നില്ലു നിൽ രക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ ബില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ. അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതു ഉണ്ടല്ലോ സന്ദേഹമെനിക്കെന്നതും ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞീലേ, ശത്രുത്വം നമ്മിൽ പണ്ടുപണ്ടേ ഉണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നോ വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും. സിന്ധു വാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു, എന്തോന്ന് വരുന്നിതെന്നോർത്തു ദേവാദികളും. ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പങ്ക്തിസ്യന്ധനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും. മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രൂധനാം പരശുരാമൻ തന്നോട് അരുൾ ചെയ്തു ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയ അവർക്കെന്തോന്നുള്ളതു തപോനിതേ. സ്വാശ്രമ കുലധർമ്മമെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നത് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൻ. അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തൻ ശാസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവുമെനിക്കില്ല, ശത്രുസംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്ധകാന്തൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുപടിയുടെ ചിന്തിത മധുമൂലം. വില്ലിങ് തന്നാലും ഞാനാകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാര നിന്നിരാപതിരാമൻ കന്ദർപ്പ കളേബരൻ കഞ്ചലോചനൻ പരൻ
ചന്ദ്രചൂടാര വിന്ദ മന്നിത മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനിവൃന്ദ വന്നിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്നിച്ചു മന്ദേതരം. നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളിച്ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടി തന്നീടവേണം. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവന് ആരൂഢ നന്ന അതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മരാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമാരമണ രഘുപദേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ ശ്രീരാമ ദശരഥനന്ദന ഹൃഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാനിധേ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മൽപൂരോ ഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായ അരുളിച്ചേതീടിനാൻ. ഉത്തിഷ്ടോത്തിഷ്ട ബ്രഹ്മൻ തുഷ്ടോഹം തപസാത്തെ. സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാനെന്നതും അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവത ഭൃഗുപതേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലഴും കാർത്യവീരാർജുന നൃപേന്ദ്രനെ. വല്ല ജാതിയും അവൻ മൽക്കലാംശജനല്ലോ. വല്ലഭം ധനുർവേദത്തീൻ അവനേറ്റുമല്ലോ. ക്ഷത്രിയ വംശ 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യുക. വൃത്തി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ച് ഉത്തമമായ തപോ നിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസ് അന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്ത എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനൻ നാരായണൻ. തന്നീ യോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ. തന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തിസന്ധനസുതനല്ലോ നീ ജഗൽപദേ. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമജന്മം. മുന്നം ചെയ്തൊരു തപസ്സാബല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യയായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപം ഉള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാസമൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ല ഭവതത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വൽസേവരാത്തന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ ത്വന്മായ അജിതമാം സംസാര പാരാപരം
തന്മറു കരയേറിയിടുന്നിതു കാലം കൊണ്ടേ ത്വജ്ഞാനപരന്മാരാം മാനുഷജനങ്ങൾക്കു ഉള്ള ജ്ഞാനം നീക്കുവോരു സദ്ഗുരു ലഭിച്ചിടും. സദ്ഗുരു വരങ്കൽ നിന്ന് അമ്പോടു വാക്യജ്ഞാനം ഉൾക്കാമ്പിരുതിച്ചിടും. ത്വൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ടു ഭവ ചിന്മയ പദത്തിങ്കൽ ആഹന്തലയിച്ചിടും. ത്വദ്ഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും. അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കണം. ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലം ആകുല കൂടാതൊരു ഭക്തി സംഭവിക്കണം. പരശുരാമ കൃത ശ്രീരാമസ്തുതി. നമസ്തേ ജഗൽപദേ, നമസ്തേ രമാപദേ, നമസ്തേ ദാശരഥേ, നമസ്തേ ശതാംബദേ, നമസ്തേ വേദപദേ, നമസ്തേ ദേവപദേ, നമസ്തേ മഘപദേ, നമസ്തേ ധരാവതേ, നമസ്തേ ധർമ്മപദേ, നമസ്തേ സീതാപദേ, നമസ്തേ കാരുണ്യാബ്ധേ, നമസ്തേ ചാരുമൂർത്തേ, നമസ്തേ രാമ രാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമ രാമ, നമസ്തേ രാമഭദ്ര, സന്തതം നമോസ്തുതേ ഭഗവാൻ, നമസ്തുതേ ചിന്തയേ ഭവച്ചാരണാംബുജം, നമോസ്തുതേ. സ്വർഗതി കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ. സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ച എന്നെല്ലാം അവയെല്ലാം തന്നെ പ്രീതി കൈക്കൊണ്ടു. ജമദഗ്നി പുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘുപതേ രാമ കാരുണ്യാംബുദേ, ഈ സ്തോത്രം മയാ കൃതം ജപിച്ചിടുന്ന പൂമാൻ ഭക്തനായി തത്വജ്ഞാനായിടണം. വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപദാംബുജഗതി ചിത്തേ സംഭവിപ്പിതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു. രേണുക തനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പൂക്കിയിടിനാൻ. ഭൂപതി ദശരഥൻ താനതീ സന്തുഷ്ടനായി താപവുമകന്നു. തൽപുത്രനാം രാമൻ തന്നെ ഗാഠമായി ആശ്ലേഷം ചെയ് ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന് അയോധ്യയിൽ മാനസനായി വാണിയിടിനാൻ. കീർത്തിയോടെ ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സൂര്യമായി രമിച്ചു വാണിയിടിനാം എല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാ മാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിടിനാനനുദിനം. കേകയ നരാധിപനാക്കിയ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങൂ ചൊൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവിയിടും ശത്രുഘ്നനോടും കൂടി. സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോടു നടന്നീടി അവർകളും. മാതുലൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതുകാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യദേവിതാനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ.
പാകശാസനന്മാരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നെ മായാദേവിയാക്കിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിൽ എന്നേ. ഇത്യാധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാരെ ബാലകാണ്ഡം സമാപ്തം. അയോധ്യാകാന്ഡം. താർമകൾ കൺപുള്ള തത്തേ വരികടോ താമസശീലം അകറ്റേണമാശു നീ രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൻ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ. ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നീട്ട് അയോധ്യാപുരി പൂക്കു. താതനോടും നിജമാതൃജനത്തോടും ദാതൃസൂതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനീപുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പൂക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാ ഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണ ഭൂഷണാഭൂഷിതൻ ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപദൻ പ്രദൻ ഭഗവാൻ ഭവഭജ്ഞനൻ. രുദ്രാണിയാകിയ ദേവീകുടൻ രാമ ഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രൂമതുല്യധാരിയായ ഗൗരിയാം അദ്രീസുതയു ആനന്ദവിവശനായി ഭർത്തൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവ മരുൾ ചെയ്തു. നാരായണൻ നളിനായ തലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നരകാരാധി നളിനശരഗുരു നാഥൻ നരസകൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമഭ്യദനൻ നരകാരി നാളികബന്ധവ വംശസമുത്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരുതി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പൂമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ ഭക്തനവ്യക്തൻ അനന്തനാം അവയൻ ശക്തിവിമുക്തൻ വിമുക്തഹൃദിസ്ഥിതൻ നക്തഞ്ജലേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തിവരാമമ വേണ്ടീല മുക്തിയും. ഇത്തം ഭഗവതി ഗൗരീ മഹേശ്വരി ഭക്തിയാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ. സുന്ദരി കേട്ടുകൊള്ളെന്നരുളി ചെയ്തു. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ രാഘവൻ അങ്കജനാശനവന്നിതൻ കേശവൻ അങ്കജലീലപൂൺ അന്തഃപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോലവിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസന തന്മേൻ ആകുലം രത്നദണ്ഡപൂണ്ട വെൺചാമരം കൊണ്ടു പത്നിയാൽ വിജിതനായതീ കോമളൻ ബാലനിശാഖര ഫാലദേശേ രസൻ മേലേ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ
കൗസ്തുഭകന്ധരൻ പ്രാലേയഭാനു സമാനനയാം സമം. ലീലയാ താമ്പൂല ചാർവർണ്യദൈത്യരതി വേലം വിനോദിച്ചിരുന്നരുളുന്നേരം. നാരദ രാഘവ സംവാദം. ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ. മുഗ്ധ ശരചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം. നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനൻ. പദ്യാസനാചമ നീ അർഘ്യപൂർവക മാധ്യേന പൂജിതനായൊരു നാരദൻ തൻ നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കാരുണ്യാനിധേ സമ്പ്രദം. നാനാവിഷയ സംഘം പൂണ്ടു മേവിന മാനസത്തോടും സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങളൊരു ചിന്തിച്ചാൺ ജ്ഞാനിയേകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു. പുണ്ടരികോത്ഭവപുത്രേ മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിതേ. എന്നാൽ ഇനിയെന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിതേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പാനല്ലാമേ. ഇത്തമകാർണ്യ രഘുവരൻ തന്നോട് മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാ മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു. എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിനു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരിയാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവ ജഗത്തിനും കാരണഭൂതനായി സർവമാതാവായ മായാഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗ്രഹിണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണമായയിൽ ഇന്നു ജനിക്കുന്ന നാനാ പ്രജകളും അർണോജ സംഭവ ആദിത്യ അണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയ യുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ. സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ. രമാദേവി ജാനകി മാരാരിയും നീയു ആ ദേവി ജാനകി. സാരസ സംഭവനായതും നീ തവ ഭാരതിദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭ ജാനകി. സിതകിരണൻ നീ രോഹിണി ജാനകി. ആദിദേയാധിപൻ നീ ശശി ജാനകി. ജാതവേദസ്സു നീ സ്വാഹാമഹീസുത. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരേന്ദ്രൻ ഭവൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത. രാജരാജൻ നീ വസുന്ധര ജാനകി.
രാജപ്രവരകുമാര രഘുപതേ രാജീവലോചന രാമാദയാനിതേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുമം നീ ലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിതേ യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽ സർവഭൂമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും നിങ്ങളിരുവരും എന്നിയേ മറ്റൊന്നു എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമ വ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വം എന്നതതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മാകമായ ലിംഗമതിങ്കൽ നിൻ ഊർവീപതേ പുനർ ഉണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാരബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയജാല സംയുക്തമായാനല്ലോ ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു. നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ല അനാദ്യ വിദ്യാഖ്യേ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാചിത്തിയിലുള്ളൊരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു അന്യൂനനാം പരൻ തദ്ധിയുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനനാകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നിതൊക്കെയോർക്കും വിധോ. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രഞ്ജുവിങ്കൽ സമർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ ത്വൽക്കഥ നാമശ്രവണാദി കൊണ്ടു ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നീടും ഇല്ലൊരു സംശയം. ത്വൽഭക്തഭൃത്യന്മാർ ലേഖൻ എന്നൽ പ്രജ്ഞ നാം എന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ. ത്വന്നഭീ പങ്കജത്തിങ്കൽ നിന്നേകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനും എന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരി എന്നീ വണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദബാഷ്പ പരിപ്ലോത നേത്രനായി. വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ. രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാർ എന്നൊരു ഒരുമ്പട്ടിരിക്കുന്നിതു നീയും അതിനനുകൂലമായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോടു സത്വരം ചൊന്നു പറകന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മനസ്സെ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിൽ ഉത്തരമായി അരുൾ ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലോരു നാടും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായികതൂ മൂലം കാലവിളംബന എന്തിനെന്നല്ലി മൂലമതിനുണ്ടതു പറഞ്ഞിടുവാൻ. കാലാവലോകനാം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ.
പ്രാരബ്ധ കർമ്മഫലൗ ഗക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണം മാത്രം പുരുഷപ്രയാസമെന്നാരുമറിയാ ഇരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ, നാളികാലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ 14 സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവാൻ. എന്നാൽ നിശാചര വംശവും രാവൺ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതു ദാനാന്വയനാശം വരുത്തുവാൻ സത്യമിതെന്ന് അരുൾ ചെയ്തു രഘുപതി. ചിത്രപ്രമോദേന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു, വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാൻ ആദരാൽ. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതെന്നോർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കൂമതിനില്ല സംശയം. ശേഷമിന്നു കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ.